ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. നാളെ 4 നവംബർ 2021 ദീപാവലിയാണ്. ദീപാവലിയുടെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്ക് മാർക്കറ്റ് അവധിയാണെങ്കിൽ കൂടിയും നാളെ നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ കാണാൻ സാധിക്കും. ഈ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷന് മുഹൂർത്ത് ട്രേഡിംഗ് സെഷൻ അല്ലെങ്കിൽ മുഹൂർത്ത വ്യാപാരം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മുഹൂർത്ത് ട്രേഡിംഗ് സെഷൻ നാളെ വൈകിട്ട് 6:15 മുതൽ 7:15 വരെയാണുള്ളത്. അതായത് 6 മണി മുതൽ തന്നെ പ്രീ മാർക്കറ്റ് സെഷൻ ആരംഭിക്കുന്നതാണ്. മുഹൂർത്ത് ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഓസ്പീഷ്യസ് ഇവൻ്റ് ആയിട്ടാണ് പല ഇൻവെസ്റ്റേഴ്സും കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ പല ബ്രോക്കേജ് ഏജൻസികളും മുഹൂർത്ത് ട്രേഡിംഗ് സെഷനിലും അതിനുശേഷം വരുന്ന വർഷത്തിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ കൊട്ടക് സെക്യൂരിറ്റീസ് മുഹൂർത്ത് ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന 7 സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൾറെഡി കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 10 സ്റ്റോക്കുകളെയാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ 3 സ്റ്റോക്കുകൾ ടാർഗറ്റിനോട് അടുത്ത സ്ഥിതിക്ക് നമ്മൾ ആ 3 സ്റ്റോക്കുകളെ ഒഴിവാക്കി 7 സ്റ്റോക്കുകളെക്കുറിച്ചും ആ 7 സ്റ്റോക്കുകളുടെ ടാർഗറ്റിന് കൊട്ടക് സെക്യൂരിറ്റീസ് നൽകുന്ന റാഷണൽസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് സിമൻറ്റ് സെക്ടറിലെ സ്റ്റോക്കായ ACC എന്ന സ്റ്റോക്കാണ്. ACC എന്ന സ്റ്റോക്ക് 2392 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ സ്റ്റോക്കിന് കൊട്ടക് സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 2550 രൂപയുടെ ടാർഗറ്റാണ്. ടാർഗറ്റ് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ കോസ്റ്റ് സേവിംഗ് ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അതായത് റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ചിട്ടും കമ്പനി അതിൻ്റെ കോസ്റ്റ് സേവിംഗ് ഇനിഷ്യേറ്റീവ് മൂലം കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയും ഇതുവഴി കമ്പനിയുടെ സെയിൽസ് വോളിയത്തിൽ 17 മുതൽ 18% വരെയുള്ള വർധനവാണ് വരും സമയങ്ങളിൽ കൊട്ടക് സെക്യൂരിറ്റീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഹെവി അസറ്റ് ബിസിനസ് ആയിട്ട് കൂടിയും മികച്ച റിട്ടേൺ റേഷ്യോസും അതുപോലെ തന്നെ 0.5% ഡിവിഡൻഡ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് BPCL എന്ന സ്റ്റോക്ക്. BPCL എന്ന സ്റ്റോക്ക് ഡിവിഡൻഡിന് വളരെയധികം ഫേമസ് ആയ സ്റ്റോക്കാണ്. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 10.6% എന്ന ഡിവിഡൻഡ് ഈൽഡാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 416 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 550 രൂപയുടെ ടാർഗറ്റാണ്. 550 രൂപയുടെ ടാർഗറ്റ് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓയിലിന് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് തന്നെയാണ്. അതായത് ആഗോള വിപണിയിൽ ഓയിലിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഫലമായി റിഫൈനറി മാർജിനും സെയിൽസ് മാർജിനും ഉയരുന്നുണ്ട്. ഇത് ഈ കമ്പനിയെ 550 എന്ന സ്റ്റോക്ക് പ്രൈസിലേക്ക് എത്തിക്കും എന്നാണ് ബ്രോക്കേജിംഗ് ഏജൻസികൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട പല ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രൈവറ്റൈസേഷൻ നടക്കുകയാണെങ്കിൽ വളരെ വലിയ വാല്യൂ അൺലോക്കിംഗ് നമ്മൾക്ക് BPCL എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്രോക്കേജിംഗ് ഏജൻസി ഈ സ്റ്റോക്കിന് 550 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റോക്ക് മെറ്റൽ സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കായ ഹിൻഡാൽകോ എന്ന സ്റ്റോക്കാണ്. ഹിൻഡാൽകോ എന്ന സ്റ്റോക്ക് ഇപ്പോൾ 468 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 565 രൂപയുടെ ടാർഗറ്റാണ്. ഹെവി അസറ്റ് ബിസിനസ് ആയിട്ട് കൂടിയും ROCE 7.42 ROE 5.33 നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. ബ്രോക്കേജിംഗ് ഏജൻസികൾ ഉയർന്ന ടാർഗറ്റ് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്. ഏകദേശം 29,575 കോടി രൂപയുടെ എസ്റ്റിമേറ്റഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ് ഈ കമ്പനിയിലുള്ളത്. കമ്പനിയുടെ പ്രോഡക്റ്റായ അലൂമിനിയത്തിൻ്റെ ഡിമാൻഡ് ഗ്ലോബലി വർദ്ധിച്ചു വരുന്നതും അലൂമിനിയം ബൈ പ്രോഡക്റ്റുകളുടെ പ്രൈസ് വർദ്ധിക്കുന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇത് ഈ സ്റ്റോക്കിനെ 565 രൂപയുടെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ശേഷിയുണ്ട് എന്നാണ് ബ്രോക്കേജിംഗ് ഏജൻസികളുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. അഞ്ചാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 2950 രൂപയുടെ ടാർഗറ്റാണ്. സ്റ്റോക്ക് ഇപ്പോൾ 2419 രൂപ എന്ന പ്രൈസിൽ അവൈലബിൾ ആണ്. അതായത്
ഈ സ്റ്റോക്കിന് FMCG സെക്ടറിലെ ഈ സ്റ്റോക്കിന് ഉയർന്ന ടാർഗറ്റ് തന്നെയാണ് കൊട്ടക് സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ 39.2 എന്ന ROCEയും 29.2 എന്ന ROEയും നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. ഡിവിഡൻഡ് ഈൽഡ് 1.28% എന്ന ഡീസൻറ്റ് ഡിവിഡൻഡ് ഈൽഡും കമ്പനിയിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷമായി ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ മൊമെൻ്റം ഒന്നും കാണാൻ സാധിച്ചില്ല. ഡിഫെൻസീവ് സെക്ടറിലെ സ്റ്റോക്കായിട്ട് കൂടിയും സ്റ്റോക്ക് കൺസോളിഡേഷൻ ഫേസിൽ തന്നെയായിരുന്നു. പക്ഷേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിൽ സാധാരണഗതിയിൽ നമ്മൾക്കൊരു അപ് ട്രെൻഡ് കാണാൻ സാധിക്കാറുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സീനറിയോ കാണാനും സാധിക്കും. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് സപ്പോർട്ടിലാണെന്ന് കൂടി പറയണം. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിന് ഉയർന്ന ടാർഗറ്റ് നൽകാനുള്ള റാഷണൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന്, ഈ കമ്പനിയുടെ EPSൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ബ്രോക്കേജിംഗ് ഏജൻസികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൂറൽ സെക്ടറിൽ കമ്പനിയുടെ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് മൂലം ഈ കമ്പനിയിൽ ഡബിൾ ഡിജിറ്റ് ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. IT സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കായ ഇൻഫോസിസ് എന്ന സ്റ്റോക്കാണ് കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ബൈ ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ചാമത്തെ സ്റ്റോക്ക്. 1698 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 2000 രൂപയുടെ ടാർഗറ്റാണ്. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.59ഉം റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ROCE 35.2ഉം ROE 27.2ഉമാണ്. ഈ കമ്പനിയെ ബൈ ചെയ്യണം എന്ന് ബ്രോക്കേഴ്സ് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിലുണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ്. അതായത് TCSനെ ബീറ്റ് ചെയ്യുന്ന റവന്യൂ ഗ്രോത്ത് ഇൻഫോസിസിൽ കാണാൻ സാധിക്കും എന്നാണ് ബ്രോക്കേജിംഗ് ഏജൻസികളുടെ റിപ്പോർട്ട്. കമ്പനിയുടെ 2022 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗ്രോത്തിനെ വിലയിരുത്തിയിരിക്കുന്നത് 16.5 മുതൽ 17.5% വരെ കോൺസ്റ്റന്റ് കറൻസിയിലുണ്ടായിരിക്കുന്ന വർധനവുമായിട്ടാണ്. അതോടൊപ്പം തന്നെ ബ്രോക്കേജിംഗ് ഏജൻസികളുടെ ഫോർകാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് വരുന്ന 3 വർഷങ്ങളിൽ നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഫോസിസ് എന്ന സ്റ്റോക്കിന് 2000 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ആറാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കായ L&T എന്ന സ്റ്റോക്കാണ് കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ബൈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്ന ആറാമത്തെ സ്റ്റോക്ക്. 1890 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ സ്റ്റോക്കിന് 2100 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഹെവി അസറ്റ് മോഡൽ ബിസിനസ് ആയിട്ട് കൂടിയും മികച്ച റിട്ടേൺ റേഷ്യോസ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 0.95% എന്ന ഡീസൻറ്റ് ഡിവിഡൻഡ് ഈൽഡും ഈ കമ്പനിയിൽ കാണാം. ബ്രോക്കേജിംഗ് ഏജൻസികൾ L&T എന്ന സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് തന്നെയാണ്. കമ്പനിയുടെ റവന്യൂ 17% ഇൻ ടേംസ് ഓഫ് CAGR എന്ന റേറ്റിലും പ്രോഫിറ്റ് 26% ഇൻ ടേംസ് ഓഫ് CAGR എന്ന റേറ്റിലുമാണ് വർദ്ധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്രോക്കേജിംഗ് ഏജൻസികൾ L&T എന്ന സ്റ്റോക്ക് ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവസാന സ്റ്റോക്കിലേക്ക് കടക്കാം. അവസാന സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കാണ്. 2500 രൂപ എന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് 2800 രൂപയുടെ ടാർഗറ്റാണ്. വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലുള്ള ഈ കമ്പനിക്ക് വളരെ വ്യത്യസ്തമായ റീസണുകളും ബ്രോക്കേജിംഗ് ഏജൻസികൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലോബലി ഓയിലിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചത് മൂലം ഈ കമ്പനിയുടെ റിഫൈനറി ബിസിനസ്സിൽ നിന്നുള്ള മാർജിൻ വർദ്ധിക്കും. ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൂടാതെ റിലയൻസും ഗൂഗിളും തമ്മിൽ സംയുക്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ജിയോഫോൺ നെക്സ്റ്റ് ദീപാവലി മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതും ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റത്തിന് കാരണമായേക്കാം. കൂടാതെ ജിയോ ഉൾപ്പെടെയുള്ള എല്ലാ ടെലികോം കമ്പനികളും ടെലിഫോൺ അല്ലെങ്കിൽ ടെലികോം സെക്ടറിലെ താരിഫ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനാ വിഷയമായതുകൊണ്ട് ഇവിടെ നിന്നും ഈ കമ്പനിക്കുള്ള റവന്യൂ കൂടുന്നു. കൂടാതെ റീറ്റെയിൽ ബിസിനസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി Q2 റിസൾട്ടിൽ കമ്പനിയുടെ റീറ്റെയിൽ ബിസിനസ്സിൽ വളരെ വലിയ മികച്ച ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. കമ്പനിയുടെ എക്സ്പെക്റ്റഡ് ആവറേജ് റവന്യൂ പെർ യൂസർ ടേംസ് നോക്കുകയാണെങ്കിൽ 168 രൂപ പെർ മന്ത് എന്ന റേറ്റിൽ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ അല്ലെങ്കിൽ ടെലികോം സെക്ടറിൽ സബ്സ്ക്രിപ്ഷൻ റേറ്റ് വർദ്ധിക്കുന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്